തുടർച്ചയായിട്ടുള്ള 4-ാം വെള്ളിയാഴ്ച റെക്കോർഡ് ഹൗസ്ഫുൾ ഷോ തീർത്തുകൊണ്ട് നിവിൻ പോളി ചിത്രം സർവമായ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപ്പുന്നത് വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമത്. സർവമായ എന്ന് പറയുന്ന സിനിമയുടെ 23 ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടും 23 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുമോ. നിവിൻ പോളി, അജു വർഗീസ്, പ്രീതി മുകുന്ദൻ, ജനാർദ്ദനൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമൊക്കെ അഖിൽ സത്യൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു സർവമായ എന്ന് പറഞ്ഞ സിനിമ. റെക്കോർഡ് കളക്ഷനുമായിട്ട് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ എപ്പോഴും ചിത്രത്തിനെ തകർക്കാൻ മറ്റൊരു ചിത്രത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്തൊക്കെയാണ് പൊങ്കൽ റിലീസായിട്ട് തമിഴിൽ നിന്നും തെളിഞ്ഞു ഒരുപാട് ചിത്രങ്ങൾ എത്തിയെങ്കിലും മലയാളത്തിൽ അതൊന്നും ബാധിച്ചില്ല. ഇപ്പോഴും നിവിൻ പോളി ചിത്രം തന്നെയാണ് ഹൗസ്ഫുള്ളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 23 ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 90 ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ചിത്രത്തിന് കണ്ടിന്യൂസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള 23 ദിവസങ്ങളും ചിത്രത്തിന് ഏകദേശം 1 കോടിക്കടുത്തുള്ള തുക തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം 136 കോടി പിന്നിട്ടിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ മാത്രം 70 കോടി പിന്നിട്ട ചിത്രം രാജേട്ടൻ ചിത്രം ലൂസിഫറിന്റെ കളക്ഷനും ഇതിനോടൊപ്പം തന്നെ തകർത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളും ഇതേ കളക്ഷൻ നിലനിർത്തുകയാണെങ്കിൽ ഫൈനൽ ഒരു 150 മുകളിൽ കളക്ഷൻ സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വലിയ തുകകൾ തന്നെ വരും ദിവസങ്ങളും കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ സർവമായ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.